നമ്മളെ വേണ്ടാത്തവർക്ക് നമുക്കും വേണ്ട. ഒരാൾക്ക് നമ്മളെ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ പുറകെ വീണ്ടും പോകാനായിട്ട് ശ്രമിക്കരുത്. ബന്ധങ്ങൾ പല വിധത്തിലാണ് നമുക്ക് സമൂഹത്തിലുള്ളത്. സഹോദര ബന്ധങ്ങൾ, ഭാര്യാഭർത്ത ബന്ധങ്ങൾ, സുഹൃത്ത് ബന്ധങ്ങൾ. അതിലുപരി രണ്ട് പേർ തങ്ങൾ സൗഹൃദത്തിലായിക്കഴിഞ്ഞാൽ ആ ബന്ധത്തിന് ഇടയിൽ ഒരു നീതിയില്ല. കാരണം രണ്ടുപേർ സുഹൃത്തായിരിക്കെ അവർക്ക് മറ്റൊരാളിലെ സുഹൃത്തായി കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവർ അതനുസരിച്ച് ആ സുഹൃബന്ധത്തിലേക്ക് പോകാറുണ്ട്. അതിനൊരു ഉദാഹരണം എന്ന് പറയുന്നത്, ഒരു 15 വയസ്സായിരിക്കുന്ന വ്യക്തി അയാളുടെ മനസ്സിന് എന്തൊക്കെയാണോ ചിന്തകൾ ഉള്ളത് അതായിരിക്കില്ല അയാൾക്കൊരു 35 വയസ്സാവുമ്പോൾ വരുന്നത്. അയാളുടെ 15 വയസ്സിലെ പക്വതയേക്കാൾ കൂടുതലായിരിക്കും 35 വയസ്സുള്ളപ്പോൾ ഉള്ള പക്വത. അപ്പോഴേക്കും നമ്മുടെ സുഹൃത്ത് ബന്ധത്തിൽ നമുക്ക് ഒരാളുമായിട്ട് ഒരു അവഗണനയോ ഒറ്റപ്പെടലോ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? മാറിപ്പോവുക തന്നെ ചെയ്യണം. അതിനോർത്ത് കരയുകയോ വിഷമിക്കുകയോ ബുദ്ധിമുട്ടുകയോ ഒന്നും ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ നിങ്ങൾ നിങ്ങളെ തന്നെയാണ് ശിക്ഷിക്കുന്നത്. സുഹൃത്ത് ബന്ധങ്ങൾക്കിടയിൽ നീതി ഇല്ലാത്തതിന് ഒന്നാമത്തെ കാരണം അവയ്ക്കിടയിൽ ഒരു എഗ്രിമെൻ്റ് ഇല്ല. സുഹൃത്ത് ബന്ധം എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെ എപ്പോൾ വേണമെങ്കിലും കളഞ്ഞിട്ട് പോകാം. പക്ഷേ ഒരു കുടുംബ ബന്ധം എന്നത് ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിലുള്ള ഒരു എഗ്രിമെൻ്റ്, അതായത് നമ്മൾ പലവിധ നിയമങ്ങൾ കൊണ്ട് തന്നെ കോർത്തിണക്കി അവർ ഇത്രകാലം ഒന്നിച്ച് ജീവിക്കാം എന്നൊരു നിയമം വെച്ചാണ് ഇന്ന് ഭൂമിയിൽ ഓരോ കുടുംബ ബന്ധങ്ങളും ഉണ്ടാകുന്നത്. കാരണം കുടുംബ ബന്ധങ്ങൾക്കകത്തും ഇങ്ങനെ ഒരു നിയമം ഇല്ലെങ്കിൽ അവർ നാളെ രാവിലെ ഇന്ന് കഴിഞ്ഞിട്ട് നാളത്തെ ദിവസം പറയണം, അയ്യോ എനിക്കിവരെ ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ ഈ ജീവിതം വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോഴേക്കും നമ്മുടെ സഹോദര ബന്ധങ്ങൾക്ക്, അതായത് രക്തബന്ധങ്ങൾക്കിടയിലുള്ള ബന്ധങ്ങളും നിലനിർത്താനായിട്ട് നമ്മൾ ചെറിയ ചെറിയ വിട്ടുവീഴ്ചകളെല്ലാം നടത്തേണ്ടതായിട്ട് വരും. കൂട്ടുകാർ അല്ലെങ്കിൽ സൗഹൃദങ്ങൾ, അതുപോലെ മറ്റു പലവിധ ബന്ധങ്ങൾ ഉണ്ടായാലും അവയിൽ നിന്നും പിന്മാറി നിങ്ങളുടെ മനസ്സിന് വേദനകളില്ലാതെ പിന്മാറിപ്പോവാൻ നിങ്ങൾ തന്നെ പഠിക്കണം. ഉദാഹരണമായിട്ട് ഒരു കയറ് കൊണ്ടൊരു കുരുക്കുണ്ടാക്കിയാൽ ആ കുരുക്ക് അഴിക്കാൻ അറിയാമെങ്കിൽ മാത്രമേ ആ കയറിൽ നമ്മൾ കുരുക്കിട്ടിട്ട് കാര്യമുള്ളൂ, അല്ലേ? അതുപോലെ തന്നെ ഒരു കുഴിയാവട്ടെ, നമ്മളെ കൊണ്ട് അതിൽ ചാടിയാൽ തിരിച്ചു കയറുവാൻ കഴിവുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ആ കുഴിയിലേക്ക് ചാടാവൂ. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പം നമ്മൾ തിരഞ്ഞെടുക്കുന്ന സുഹൃത്ത് ബന്ധങ്ങളും അതുപോലെ ആയിരിക്കണം. നമ്മുടെ പ്രായത്തിനനുസരിച്ച് നമ്മുടെ മനസ്സുകൾക്ക്, ചിന്തകൾക്ക് പലവിധ മാറ്റങ്ങളും ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. നമ്മൾ ആദ്യം നമ്മളെ തന്നെ സ്നേഹിക്കണം. നമ്മൾ എന്ത് ചെയ്യണം? നല്ല ഫുഡ് കഴിക്കണം, വ്യായാമം ചെയ്യുക, യാത്രകൾ ചെയ്യുക, നമ്മുടെ മനസ്സിന് സന്തോഷം കൊടുക്കുക. നമ്മളെ തന്നെ സ്നേഹിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ നമ്മളെ തന്നെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴേക്കും നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പലവിധ സുഹൃബന്ധങ്ങൾ, പലവിധ ബന്ധങ്ങളുണ്ടാകാം. അവയിൽ നിന്ന് എന്തെങ്കിലും ഒരു ഏറ്റക്കുറച്ചിലുണ്ടായാൽ, ഒരു അവഗണന ഉണ്ടായാൽ, ഒരു ഒറ്റപ്പെടുത്തലുണ്ടായാൽ നിങ്ങൾ ധൈര്യപൂർവ്വമായിട്ട് അതിൽ നിന്നും തിരിച്ചിറങ്ങി പോകാൻ ശ്രമിക്കുക. അല്ലാതെ ആ സുഹൃബന്ധത്തെക്കുറിച്ച് ഓർത്ത്, അല്ലെങ്കിൽ പല വിധത്തിലുള്ള ബന്ധങ്ങൾ നമുക്കുണ്ടാവുമല്ലോ, അതിലേതെങ്കിലും ഒന്നിനെക്കുറിച്ച് ഓർത്ത് കരയുക, വിഷമിക്കുക, മനസ്സിനെ വേദനിപ്പിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ തന്നെയാണ് ശിക്ഷിക്കുന്നത്. അപ്പം ശരി കൂട്ടുകാരെ, ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത് ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോസുമായി കാണാം. ബൈ ബൈ.